ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ ടൗൺഷിപ്പുകളും ഫ്ലാറ്റുകളും വീടുകളെല്ലാം ഈ പുഴയുടെയും കാടിൻ്റെയൊക്കെ കൂടുതൽ അടുത്തേക്കും അകത്തേക്കും കയറി വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം ഒരു പുഴയുടെ തീരത്താണ്. പക്ഷേ ഇനി എത്ര കാലം ഇതൊക്കെ ഇങ്ങനെ തന്നെ ഉണ്ടാവും എന്നറിയില്ല. ആ ദൂരെ കാണുന്ന ബിൽഡിങ്സ് എല്ലാം ഒരു 10 വർഷത്തിനിടയ്ക്ക് വന്നതാണ്. പക്ഷേ മനുഷ്യർക്ക് എല്ലാവർക്കും എവിടെയെങ്കിലുമൊക്കെ താമസിക്കണമല്ലോ. ഈ ഒരു ഏരിയയിൽ മാത്രം അറ്റ്ലീസ്റ്റ് ഒരു 20-ന് മുകളിൽ ബേർഡ് സ്പീഷീസിന് ഒരു കാഷ്വൽ ബേർഡ് വാച്ചറായിട്ടുള്ള ഞാൻ പോലും നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിയൽ ആയിട്ടുള്ള നമ്പർ അതിനും എത്രയോ മേലായിരിക്കും. ഇവിടെയുള്ള പക്ഷികളിൽ ഒരു ഹോം ബോയ് അല്ലെങ്കിൽ ഇവിടെ മാത്രം ബ്രീഡ് ചെയ്ത് ജീവിക്കുന്ന ചെറിയ പക്ഷികളാണ് കതിർവാലൻ കുരുവികൾ അല്ലെങ്കിൽ ആഷിപ്രിണിയ. തീരെ ചെറിയ പക്ഷികളായതുകൊണ്ട് ഇവരുടെ ഫോട്ടോസ് എടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. പക്ഷേ ഞാനിന്നിവിടെ വന്നേക്കുന്നത് ഇവരുടെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി മാത്രമാണ്. രാവിലെ വന്നു കഴിഞ്ഞാലാണ് ഇവരുടെ ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റീസ് നമുക്കിവിടെ കാണാൻ പറ്റുക. ബായ വീവറും അതേപോലെ ഫിഞ്ചസും എല്ലാം സ്ഥിരമായിട്ട് വരുന്ന ഒരു ഏരിയയാണിത്. പക്ഷെ ഇന്ന് ഇതുവരെ പ്രിനിയനെ കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ അവരുടെ കോൾ എല്ലായിടത്തും കേൾക്കുന്നുണ്ട്. ആഷിപ്രിനിയ മൈഗ്രേറ്ററി ഒന്നും അല്ലാത്തതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഈ ഏരിയയിൽ തന്നെയാണ് അവരുടെ നെസ്റ്റിങ്ങും ബ്രീഡിങ്ങും ബാക്കി ജീവിതവും എല്ലാം. ഈ ഏരിയയിൽ നിന്ന് ഇവരുടെ കോൾ പലപ്പോഴും കേട്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ കാണാത്ത ഒരാളായിരുന്നു കോമൺ കിങ് ഫിഷർ, നീലപ്പൊന്മാൻ അല്ലെങ്കിൽ ചെറിയ മീൻകുത്തി. നമ്മൾ ഈ പുഴയുടെ തീരത്തെല്ലാം ചെന്ന് നിൽക്കുമ്പോൾ വെടിയുണ്ട പോകുന്ന പോലെ ഒരു നീല ഫ്ലാഷ് ഇടയ്ക്ക് എങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ അത് ഇവരാവാനേ ചാൻസ് ഉള്ളൂ. ഇത്തിരി കുഞ്ഞന്മാരാണെങ്കിലും ഇവർ ഡൈവ് ചെയ്ത് മീൻ പിടിക്കുന്നത് ഒന്ന് കാണേണ്ടതാണ്. ഇവരുടെ ഏറ്റവും ഭംഗി ശരീരത്തിലെ നീലയും ഓറഞ്ചും കളറായിരിക്കും. ഒന്ന് തിരിഞ്ഞിരുന്നാൽ അത് ശരിക്കും മനസ്സിലാവും. ഈ ചെറിയ പക്ഷികളെ നമുക്ക് ഏറ്റവും കൂടുതൽ നോട്ടീസ് ചെയ്യാവുന്നൊരു ജോഗ്രഫിയാണ് ഈ കാണുന്നത്. പുഴയും പുഴയുടെ പരിസരങ്ങളിലും തീരങ്ങളിലുള്ള ഇങ്ങനത്തെ ചെറിയ കാടുകളും ബുഷുകളും. ഈ വന്നിരിക്കുന്ന ചെറിയ പക്ഷിയെ കണ്ട നമ്മൾ പെട്ടെന്ന് ആഷിപ്രിണിയ ആണെന്നേ വിചാരിക്കുള്ളൂ. പക്ഷെ ഇതാണ് പ്ലെയിൻ പ്രിണിയ, വയൽക്കുരുവി. ശ്രദ്ധിച്ചു നോക്കിയാൽ ആഷി പ്രിണിയും പ്ലെയിൻ പ്രിണിയും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഏറ്റവും വലിയ ഡിഫറൻസ് എന്ന് പറയുന്നത് ആഷി പ്രിണിയുടെ പേരിലുള്ള ആഷ് തന്നെയാണ്. അവരുടെ പുറംഭാഗം ഒരു ഗ്രേയിഷ് ആഷ് കളറായിരിക്കും. ഈ പ്ലെയിൻ പ്രിണിയയ്ക്ക് അതൊരു ബ്രൗണിഷ് അല്ലെങ്കിൽ ഒലീവ് കളറായിരിക്കും. അതുപോലെ പ്ലെയിൻ പ്രിണിയനെ ഏറ്റവും കൂടുതൽ സ്പോട്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മളിപ്പോൾ കാണുന്നത് പോലെ വെള്ളത്തിനോട് ഏറ്റവും ചേർന്നിട്ടായിരിക്കും.
പണ്ടൊക്കെ ഈ പക്ഷീനെ കാണുമ്പോൾ ഇതെന്തിനാണ് ഇവരിങ്ങനെ എപ്പോഴും വായ് പൊളിച്ചിരിക്കുന്നതെന്ന് വിചാരിക്കാറുണ്ട്. റെഡ് വിസ്കേർഡ് ബുൾബുൾ. ഇവരുടെ തലയിലുള്ള ഈ ക്രെസ്റ്റ് അല്ലെങ്കിൽ തൊപ്പി പോലിരിക്കുന്ന ഭാഗമാണ് അതിന് കാരണം. അതുകൊണ്ടായിരിക്കും ഇവരെ ഇരട്ടത്തലച്ചി എന്ന് വിളിക്കുന്നത്. നായ്ക്കളുടെയും പൂച്ചകളുടെയൊക്കെ വാല് കണ്ട അവരുടെ മൂടൊക്കെ നമുക്ക് മനസ്സിലാക്കാമല്ലോ. അതുപോലെ തന്നെ ഇവരുടെ ഈ ക്രെസ്റ്റ് അല്ലെങ്കിൽ തൊപ്പി അവർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എല്ലാം ശരിക്കും സഹായിക്കുന്നുണ്ട്. മഴയുടെ ഒരു കുറവ് മാത്രമേ ഉണ്ടായുള്ളൂ. ഇനി ഒരാഴ്ചത്തേക്ക് മഴയാണെന്ന് ന്യൂസ് പേപ്പറിൽ വായിച്ചിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് കുടയും വടിയെല്ലാം കയ്യിലുണ്ടായിരുന്നു. മഴയൊക്കെ ഒന്ന് ഒതുങ്ങിയപ്പോൾ നമ്മൾ തേടി വന്ന കതിർവാലൻ കുരുവി, ആഷി പ്രിനിയാസ് എല്ലാം പതിയെ പുറത്തേക്ക് വരാൻ തുടങ്ങി. മാക്സിമം ഒരു 14 സെൻറ്റിമീറ്റർ വരെയാണ് ഇവരുടെ സൈസ്. വാബ്ലർ ഫാമിലിയിൽ പെട്ടതായതുകൊണ്ട് അവരുടെ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്, സ്വഭാവ രീതികളെല്ലാം ഇവർക്കുണ്ട്. അതായത് മിക്കപ്പോഴും നല്ല ആക്റ്റീവായിരിക്കും, പാട്ടെല്ലാം പാടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. പിന്നെ ചെറിയ പ്രാണികളായിരിക്കും ഇവരുടെ മെയിൻ ഭക്ഷണം. നമ്മുടെ കോമൺ ടൈലർ ബേർഡും അതേപോലെ നേരത്തെ കണ്ട പ്ലെയിൻ പ്രിനിയെല്ലാം ഈ ഒരേ വാബ്ലർ ഫാമിലിയിൽ തന്നെ പെട്ടവരാണ്. ഇവർ അങ്ങനെ റെയർ ആയിട്ടുള്ള പക്ഷികളൊന്നും അല്ലെങ്കിലും ഇവരുടെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയാണ് ഇന്നിവിടെ വന്നത്. ആഷി പ്രിനിയാസിന്റെ വാലാണ് അവരുടെ ഒരു സിഗ്നേച്ചർ എന്ന് പറയാം. ഇവരുടെ കോഡ്ഷിപ്പ് ഡിസ്പ്ലേ, മെയ്റ്റിംഗ് സമയത്തെല്ലാം വാലുകൊണ്ട് കാണിക്കുന്ന അഭ്യാസങ്ങളെല്ലാം രസമാണ്. അതുപോലെ ഈ പ്രിനിയാസിനെ ഇപ്പൊ കണ്ട നമുക്കൊരു കാര്യം പെട്ടെന്ന് മനസ്സിലാവും, അവരുടെ ബ്രീഡിങ് സീസൺ ആണ്. ബ്രീഡിങ് സീസണിന്റെ ടൈമിലാണ് ഇവരുടെ കളർ ഇത്ര ബ്രൈറ്റ് ആയിട്ട് കാണുന്നത്. മഴ ഒന്ന് പെയ്ത് തോർന്നപ്പോഴാണ് നമ്മുടെ പ്രിനിയാസ് എല്ലാം പതിയെ പുറത്തേക്ക് വന്നത്. അപ്പോൾ കുറേ ഫോട്ടോസ് എടുക്കാനും പറ്റി. ഇപ്പോൾ 6 മണി കഴിഞ്ഞു, നല്ല മഴയും തുടങ്ങി, ലൈറ്റും പോയി തുടങ്ങി. അതുകൊണ്ട് ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഞാൻ പതിയെ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ്.